ഹലോ, എല്ലാവർക്കും ഈസി റെസിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാവുന്ന അമൃതം പൊടി വെച്ചിട്ട് ഒരു ബിസ്ക്കറ്റാണ്. നമ്മൾ ഈ ബിസ്ക്കറ്റ് റെഡിയാക്കുന്നത് ബട്ടറിലാണ്. അപ്പം നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. കുറച്ചെല്ലാം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു 2-3 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്തു. ബീറ്റർ ഇല്ലാത്തവർ ഒരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലേറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിതൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് മധുരം വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊടുത്തതേ ഉള്ളൂ. അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള അമൃതം പൊടി ഞാനൊരു അരിപ്പയിൽ അരിച്ച് ചേർക്കുവാണ്. ഞാൻ ആദ്യം ഒരു 6 ടേബിൾ സ്പൂണാണ് എടുത്തത്. അത് നന്നായിട്ട് അരിച്ച് ചേർക്കുന്നുണ്ട് അതിലേക്ക്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാനിതിലേക്ക് കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറിൻ്റെ ഫ്ലേവർ എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരും. അത് ആ പൊടിയുള്ളതൊക്കെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വിട്ടാൽ മതി. ഇതിന് ശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. തിളപ്പിച്ചാറിച്ച തണുത്ത പാലാണ് ചേർത്തത്. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് നീട്ടം കൂടിപ്പോയി. അപ്പോൾ ഞാൻ ഒരു 3-4 സ്പൂണ് അമൃതം പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം ആ പാക്കറ്റിൻ്റെ പകുതിയോളം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തു. അമൃതം പൊടി പാക്കറ്റിൻ്റെ പകുതി അളവ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോക്കോ ചിപ്സും കൂടെ ഇട്ട് നന്നായിട്ട് ഇത് ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ ഉരുട്ടി നമുക്ക് എടുക്കണം. ഇവിടെ എൻ്റെ മോളാണ് എനിക്ക് ഉരുട്ടി തരുന്നത്. അവർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് എപ്പോഴും ഈ കേക്ക് മിക്സിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ അവൾ നന്നായിട്ട് എനിക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് നന്നായിട്ട് ആയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ വരും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. അച്ചൊക്കെ ഉള്ളവർക്ക് അച്ചിൻ്റെ അകത്ത് പല ഷേപ്പൊക്കെ വരുത്തുന്ന ബിസ്ക്കറ്റായിട്ടൊക്കെ ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് കാണുമ്പം പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമാവും. ഇവിടെ എൻ്റെ മോൾ എനിക്ക് പല ഡിസൈനൊക്കെ ചെയ്ത് തരുന്നുണ്ട്. ഇത് ഒത്തിരി അങ്ങോട്ട് അമക്കണ്ട, ഒരു ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി അമക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. ഇവിടെ പല ഷേപ്പിൽ എല്ലാവരുടെയും പേരൊക്കെ എഴുതി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മളൊരു പാൻ അല്ലെങ്കിൽ ഒരു കുക്കർ നമ്മൾ സ്റ്റൗവിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഓവൻ ഉള്ളവർക്ക് ഓവനിൽ വയ്ക്കാം. ഞാനിവിടെ കുക്കറിലാണ് വെക്കുന്നത്. അതിൽ അടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് വയ്ക്കുന്നത്. ആദ്യത്തെ സെറ്റ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് 2ാമത്തെ സെറ്റാണ്. അപ്പോൾ ആദ്യത്തെ പാത്രത്തിൽ തന്നെ ആ ബട്ടർ പേപ്പറിൽ തന്നെയാണ് ഞാനിത് വയ്ക്കുന്നത്. കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ സാധനം വയ്ക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചില്ലെങ്കിൽ ഇത് ആവുമ്പോഴത്തേക്ക് കുറച്ച് വലുപ്പം വയ്ക്കും. അതാ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വയ്ക്കുന്നത്.
നമുക്ക് വലിയ ഒരു പാനാണെങ്കിൽ നമുക്ക് ഒറ്റ സെറ്റിൽ തന്നെ അറ്റ് എ ടൈമിൽ തന്നെ ഇത് ചെയ്യാം. ഇതെൻ്റെ പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാനിത് പല ട്രിപ്പായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈ ഇതിൽ പൊള്ളാതെ നോക്കണം. കൈ മുട്ടുമ്പോൾ നല്ല ചൂടായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ കുക്കർ അടയ്ക്കുന്നത് ഇതിൽ വാഷറും ഇതിൻ്റെ മുകളിൽ വിസിലും മാറ്റിയിട്ടാണ് ഇത് വെക്കുന്നത്. വാഷർ ഇട്ടുകൊണ്ടൊന്നും വെക്കരുത്, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഞാനൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ആയൊന്ന് നോക്കുന്നുണ്ട്. ഒരു ഫോർക്ക് ഇട്ടൊന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും. നല്ല കട്ടിയാവാൻ നിൽക്കണ്ട, അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടി ആയിക്കോളും. ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. എൻ്റെ കുറച്ചുകൂടെ ആവാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 18 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കാണ് പിന്നെ എടുത്തത്. നമ്മളിതെല്ലാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, പെട്ടെന്ന് തന്നെ സംഭവം കരിഞ്ഞു പോവും. മീഡിയം ടു ലോ ഫ്ലെയിം എപ്പോഴും അതിൽ വെച്ചാൽ മതി. ഇതെടുക്കുമ്പോഴത്തേക്ക് കൈയും കൂടെ ഒന്ന് പൊള്ളാതെ സൂക്ഷിക്കണം. നമ്മളിത് എടുത്ത ഉടനെ മോൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഉറച്ചോളും. ഇതിൽ നമ്മൾ ചോക്കോ ചിപ്സൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് അകത്ത് നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ അമൃതം പൊടിയൊന്നും വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഇതുപോലെയൊക്കെ രുചികരമായിട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. ഇതുണ്ടാക്കി പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഇതൊരു 2 ആഴ്ചയോളമൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. രണ്ടാഴ്ച ഒന്നും വെക്കേണ്ട ആവശ്യം വരത്തില്ല. 2 ദിവസം കൊണ്ട് തന്നെ തീർന്നോളും.